ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? ഇന്നിപ്പോൾ നല്ലൊരു മഴയുള്ള ദിവസമാണ്. അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ ഒന്ന് പുറത്തേക്ക് പോവാണ്. അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഹോസ്പിറ്റലൊക്കെ ഒന്ന് പോകാനുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പോയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ടൈമിലാണെന്നുണ്ടെങ്കിൽ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മഴ ഒന്നും ഇങ്ങനെ കുറയട്ടെ വെച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ രാവിലത്തെ ഒരു ടൈമാണ്, കുട്ടികളൊക്കെ ക്ലാസ്സിന് പോയി അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങോട്ട് പോയി. പിന്നെ വീട്ടിലെല്ലാവർക്കും ഒരു പനിയും ജലദോഷം അങ്ങനെയൊക്കെ വന്ന കാരണം എല്ലാവർക്കും ഒന്ന് പിടിച്ചിട്ടോ. അപ്പോൾ എനിക്കും വന്നു. അപ്പോൾ അത് കാരണം സൗണ്ടൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ സൗണ്ടൊക്കെ മാറിയിരിക്കുന്നത് കേട്ടോ. സൗണ്ടിനൊക്കെ ഒരു മാറ്റമുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഒന്ന് പുറത്തേക്ക് പോകണം, ഹോസ്പിറ്റലൊക്കെ ഒന്ന് പോകാനുണ്ട്. അപ്പോൾ ആ ടൈമിലാണ് ഇപ്പോൾ നല്ല മഴ. അപ്പോൾ നമ്മൾ മഴ മാറുമോ എന്നിങ്ങനെ നോക്കി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പോണതും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ മഴയൊക്കെ ഒന്ന് ഒതുങ്ങിയതിൻ്റെ ശേഷം അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഹൈവേയിൽ വന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ റോഡ് എന്ന് പറയുമ്പോൾ 6 വരിപ്പാതയാണ് ഇവിടെ ആയിട്ടാണ് ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തിരക്കുകളൊക്കെ വളരെ കുറവാണ്. എല്ലാവർക്കും ഓരോരോ സ്ഥലങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള മറ്റത് വലിയ തിരക്കായിരിക്കും റോഡിലൊക്കെ. ഇപ്പോൾ ഇങ്ങനെ ഒരു പാത 4 വരിപ്പാത ആയതുകൊണ്ട് തന്നെ പലർക്കും പല രീതിയിലൊക്കെ പോവാം. അതുകൊണ്ട് റോഡിൽ അത്രയ്ക്ക് തിരക്കൊന്നുമില്ല. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറം കടക്കാനും ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രം. തൊട്ടടുത്ത സ്ഥലമാണെങ്കിലും ഒന്ന് കടന്നു വരാൻ കുറച്ച് അങ്ങനെ അതിൻ്റേതായ വഴിയിലൂടെ തന്നെ കയറി വരാൻ പറ്റുള്ളൂ. മറ്റേതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയും കയറി വരാം, റോഡ് ക്രോസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് അത്ര വലിയ കുഴപ്പമില്ല, അങ്ങനെ വേറൊരു സെൻറ്ററിൽ കൂടെ വന്ന് കയറാം. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ റോഡ് നേരെ ചെന്ന് ചേരുന്നത് നമ്മുടെ കുറ്റിപ്പുറം അവിടേക്കാണ് എത്തുക. അപ്പോൾ നമ്മൾ എടപ്പാള ടച്ച് ചെയ്യാതെ നേരെ പോവാം. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ എളുപ്പമാണ്. അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രാവിലെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ ക്ലാസ്സിന് പോയിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിങ്ങനെ ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ എന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കാണെന്നുണ്ടെങ്കിൽ കടയിലൊക്കെ ഒന്ന് കയറണം, അങ്ങനെ കുറച്ച് ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ചധികം ടൈം നമ്മൾ ചിലവാക്കാം. അപ്പോൾ അതിനായിട്ട് തന്നെ നമ്മൾ രാവിലെ തന്നെ അങ്ങോട്ട് ഇറങ്ങിയെടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ജംഗ്ഷനാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമ്മളങ്ങനെ എടപ്പാൾ റൂട്ടിന് അങ്ങോട്ട് കയറുകയാണ് ചെയ്യുക. നമ്മൾ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് 2-3 ദിവസം മുന്നത്തെയാണ്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് വീഡിയോ വരുന്നത്. അങ്ങനെ മേൽപ്പാല അങ്ങനെ പോകുന്നുണ്ട്, കുറ്റിപ്പുറം അങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ട്. നമ്മൾ താഴത്തെ കരിയിലൂടെ നമ്മൾ എടപ്പാളിലേക്കാണ് കിടക്കുന്നത്. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, സീസൺ എന്നൊക്കെ പറയാം. ഹോസ്പിറ്റലിൽ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. നല്ല തിരക്കാണെങ്കിലും ചേച്ചി നേരത്തെ ടോക്കണൊക്കെ ബുക്ക് ചെയ്തുകൊണ്ട് പെട്ടെന്ന് ഡോക്ടറെ കാണിക്കാനൊക്കെ പറ്റിയിട്ടോ. അപ്പോൾ ബ്ലഡ് ടെസ്റ്റൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അവിടെ അടുത്ത് തന്നെയാണ് എൻ്റെ അമ്മായിയുടെ വീട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടൊക്കെ പോയി. അവിടെ ചെന്നപ്പോൾ തിങ്കളാഴ്ച ദിവസം ആയതുകൊണ്ട് മാമനെല്ലാവരും വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് നേരമൊക്കെ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിനെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ചിരുന്നു കേട്ടോ. അപ്പോൾ മാമനാണെന്നുണ്ടെങ്കിൽ സാഹിത്യ മേഖലയിലൊക്കെ ഒരുപാട് പ്രവർത്തിച്ചിരുന്ന ആളാണ്. പേര് ബാലസുബ്രഹ്മണ്യൻ എന്നാണ്. അപ്പോൾ മാമനോട് എൻ്റെ ചാനലിന് മാമനെ കുറിച്ചിട്ടൊന്ന് പരിചയപ്പെടുത്തു, മാമൻ്റെ ജേർണീനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് പറയുന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ മാമനങ്ങനെ സംസാരിച്ചു. 9ാം ക്ലാസ്സിൽ എടപ്പാള ഗവൺമെൻറ് ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നാടകം, അഭിനയം, കലയോടുള്ള പിന്നെ അടങ്ങാത്ത ആവേശം, അത്രയും ഇൻട്രസ്റ്റ് ആയിട്ട് നാടകത്തിലൊക്കെ അഭിനയിച്ച അങ്ങനെ അമേച്ചർ നാടകങ്ങൾ ധാരാളം, പിന്നെ പ്രൊഫഷണൽ നാടക രംഗത്തേക്ക് വന്നു. ഇപ്പോൾ എടപ്പാൾ നാടകാരങ്ങിൻ്റെ വൈസ് പ്രസിഡൻ്റായി തുടരുകയാണ്. ഞങ്ങൾ വർഷം തോറും ഇവിടെ വള്ളത്തോൾ കോളേജിൽ നാടക മത്സരം സംഘടിപ്പിക്കുന്നുണ്ട്. പ്രൊഫഷണൽ നാടകങ്ങളുടെ മത്സരം സംഘടിപ്പിക്കും. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന മത്സരം സംഘടിപ്പിക്കാറുണ്ട്. അങ്ങനെ കലാരംഗത്ത് അങ്ങനെ പിന്നെ ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് കുറിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. മറ്റേ ചെറിയ ചെറിയ എഴുത്തുകൾ 1-4 കവിതകളൊക്കെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഈ സാധാരണ സോവനീറുകളുള്ള സ്കൂള്, മറ്റേ ക്ഷേത്ര ഉത്സവങ്ങളുടെ ഭാഗമായിട്ടുള്ള സോവനീറുകൾ, അങ്ങനെയുള്ള പുസ്തകങ്ങളിലൊക്കെ പ്രസിദ്ധീകരിച്ചതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് മുന്നേ.
പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പിന്നെ അത്രയ്ക്ക് തന്നെ കലാരംഗത്ത് അങ്ങനെ ഈ സാംസ്കാരിക രംഗത്ത് അങ്ങനെ പിന്നെ രാഷ്ട്രീയ രംഗത്തുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനം ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. അത് തീർച്ചയായിട്ടും ഉണ്ട്. അതിനും പറയാൻ മടിയുള്ള ആളല്ല. അങ്ങനെയൊക്കെയാണ്. അപ്പൊ വർക്ക് ചെയ്യാണ് മാമൻ. ജോലിയിലാണെങ്കിൽ ഇപ്പോ 4.5 പതിറ്റാണ്ട് കാലത്ത് പഴക്കം മെഡിക്കൽ സേവന രംഗത്തുണ്ട്. അത് മെഡിക്കൽ ഷോപ്പുകളിൽ പിന്നെ മരുന്നെടുത്ത് കൊടുക്കുന്ന തൊഴിലായിട്ടാണ് തുടരുന്നത്. അത് ഒരു 4.5 പതിറ്റാണ്ട് പിന്നിട്ട് കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും സജീവമായിട്ടുണ്ട്, രംഗത്തുണ്ട്. ആ ജോലിയിൽ വ്യാപൃതനായിട്ട് തുടരുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ്. പിന്നെ മാമനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ, അതായത് കല്യാണം കഴിയുന്നതിൻ്റെ മുന്നൊക്കെ ആയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കഥകൾ എഴുതുക, കവിത എഴുതുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എഴുത്തുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതാർക്കും അറിയില്ല. അങ്ങനെ ആർക്കും അറിയാത്തൊരു സംഭവമാണ് കേട്ടോ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിരുന്നെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ കവിതകളും അങ്ങനെ കഥകളും ഒക്കെ ഒരുപാട് അങ്ങനെ നോവലുകളൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. സ്വന്തമായിട്ട് നോവലൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനത്തെ ചെറിയ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതങ്ങനെ ആർക്കും അറിയൊന്നുമില്ല. പക്ഷെ ഞാൻ അങ്ങനെ എഴുതിയിരുന്ന കാര്യങ്ങളെല്ലതും ഞാൻ വന്നിട്ട് മാമനാണ് കാണിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ മാമൻ അതൊക്കെ കണ്ട് ഇതൊക്കെ നോക്കും, നല്ല കാര്യമായിട്ടൊക്കെ നോക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് അതിൽ കറക്ഷനൊക്കെ ഉണ്ടെങ്കിലൊക്കെ എനിക്ക് തിരുത്തി തരികയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ എൻ്റെ എഴുതിയ നോവലും കഥകളൊക്കെ വായിച്ച ഒരാൾ പിന്നെ എൻ്റെ ആളാണ്, എൻ്റെ ഹസ് ഷാജേട്ടനാണ് കേട്ടോ. അതല്ലാതെ വേറെ ആരും അത് വായിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അന്ന് എനിക്ക് ചെറുതായിട്ട് ആ മേഖലയിലേക്കൊക്കെ ചെറിയൊരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് എവിടേക്കോ അതൊക്കെ പോയി. ഇപ്പോൾ പിന്നെ അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. പിന്നെ അങ്ങനെ തന്നെയാണല്ലോ, നമ്മളിങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കും. മാറ്റങ്ങളിങ്ങനെ അനിവാര്യമാണല്ലോ. അങ്ങനെ നമ്മളവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നു, ചായയൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും വന്നു. നമ്മൾ അങ്ങനെ റിസൾട്ടൊക്കെ കാണിച്ചു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ പിന്നെ അവിടെ അങ്ങനെ മരുന്ന് മേടിക്കുന്നിടത്തൊക്കെ വന്നു. അപ്പോൾ എല്ലായിടത്തും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അധികം നേരം നിൽക്കേണ്ടി വന്നില്ല, പെട്ടെന്ന് ഒഴിവായി. അപ്പോൾ ബാബു ചേച്ചി അവിടെ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ ആ തിരക്കിനിടയിൽ കൂടെ തന്നെ എൻ്റെ സ്ലിപ്പ് മേടിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് ഒഴിവായിട്ട്. അപ്പോൾ അങ്ങനെ വേഗം അവിടെ നിന്ന് മരുന്നൊക്കെ മേടിച്ചിട്ട് നമ്മളങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു. അങ്ങനെ വരുന്ന വഴിക്ക് നമ്മൾ 1-2 കടകളിലൊക്കെ കയറി ഡ്രസ്സൊക്കെ ഒന്ന് നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് ലൈനിങ് തുണി നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മെയിനായിട്ട്. അപ്പോൾ നോക്കുമ്പോൾ പറ്റിയതൊന്നും കണ്ടില്ല. അങ്ങനെ 1-2 കടകളിലൊക്കെ കയറി. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും കുറച്ച് ടൈമായി. പിന്നെ നമ്മളാണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കും കേട്ടോ. ഒന്നുമില്ലെങ്കിൽ ജ്യൂസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചിട്ടേ വരുള്ളൂ. അപ്പോൾ പിന്നെ ഉച്ച ടൈം ആയതുകൊണ്ട് അപ്പോൾ ആൾ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ കടയിൽ കയറി. അപ്പോൾ അവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ ചട്ടിച്ചോറ്, ചട്ടി ബിരിയാണി, വഞ്ചിച്ചോറ്, അങ്ങനെ ഓരോരോ ഐറ്റംസാണ് കേട്ടോ അവിടുത്തെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ചട്ടിച്ചോറാണ് മേടിച്ചത്. അപ്പോൾ ചട്ടിച്ചോറെന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് നമുക്കതിൽ നമ്മുടെ എന്താ പറയുക കായ ഉപ്പേരി ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ നമ്മുടെ കപ്പക്കിഴങ്ങ്, കൊള്ളിക്കിഴങ്ങ് അത് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഓംലെറ്റ്, അതുപോലെ പപ്പടം, അച്ചാർ, മുളക് വറുത്തത്, പിന്നെ ചമ്മന്തി, അതുപോലെ ബീഫ് റോസ്റ്റ്, അവിയൽ, തൈര്, മോര്, പിന്നെ അതിൻ്റെ കൂടെ എന്താ പറയുക പായസമാണെങ്കിൽ സേമിയ പായസമായിരുന്നു. അപ്പോൾ അങ്ങനെ കുഴപ്പമില്ല, ഫുഡ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളതൊക്കെ കഴിച്ചു. അപ്പോൾ അതിൽ ചമ്മന്തി അടിപൊളിയായിരുന്നു കേട്ടോ. ചമ്മന്തി പറയുമ്പോൾ നല്ല എരും പുളിയും ഒക്കെ ഉള്ള നല്ലൊരു ഡോസുള്ള ഒരു ചമ്മന്തിയായിരുന്നു. എനിക്ക് ആ ചമ്മന്തിയാണ് കേട്ടോ നല്ല ഇഷ്ടപ്പെട്ടത്. അങ്ങനെ നമ്മളങ്ങനെ ആയിരുന്നു, ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ഒരു 2:30 ആയപ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി. അപ്പോൾ അങ്ങനെ നമ്മൾ പോയി വരാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.